It's me Rahul. Welcome to Richa Talks. നിഫ്റ്റി കണ്ടിന്യൂസ് ബുൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നാളെ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരുപാട് ജസ്റ്റ് കഥ പറഞ്ഞിരിക്കുന്നില്ല. ജസ്റ്റ് നാളെ നിഫ്റ്റിയുടെ വ്യൂ ഉണ്ടോ? നാളെ നിഫ്റ്റി കണ്ടിന്യൂസ് നിഫ്റ്റി ഒരു നമ്മുടെ 23,800 എന്ന് പറഞ്ഞ ഒരു റേഞ്ചും ഈ 23,800 എന്ന് പറഞ്ഞ റേഞ്ചും പിന്നെ നമ്മുടെ ഈ സ്റ്റോറിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മളെപ്പോഴും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കതിൻ്റെ ഒരു പാസ്റ്റ് എപ്പോഴും അതിൻ്റെ ഒരു സ്റ്റോറി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് അത് പറയുന്നത് ഞാൻ. പിന്നെ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി കണ്ടിന്യൂസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നിഫ്റ്റി ചെറിയതായിട്ടൊരു റിജക്ഷൻ വന്നത് ഇവിടുന്നാണ്. 23,2 എന്താ പറയുക, 23,2 പോയിട്ടില്ല, 23,180 ആ ഏരിയയിലാണ് ഇന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കണ്ടില്ല, നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അവിടെ നിഫ്റ്റിക്ക് ചെറിയ ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട് നിഫ്റ്റിക്ക്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിച്ചത്. അപ്പം നാളെ ഒബ്വിയസ്ലി നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നാളെ നിഫ്റ്റി ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് നമ്മുടെ നാളത്തെ ടാർഗറ്റ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആസ് പെർ പ്രൈസ് ആക്ഷൻ ഡൗ തിയറി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഹൈ ലോയും മാർക്ക് ചെയ്ത് നോക്കാം. ഹൈ ലോയും മാർക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ 1 ഹവറിലോട്ട് വരാം അല്ലേ? നേരെ 1 ഹവറിലോട്ട് വന്നാൽ നമുക്ക് നാളത്തെ ടാർഗറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാളെ ഇവിടെ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് നാളെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് വരുന്നത് ഇവിടെ ആയിരിക്കും. നിഫ്റ്റിയുടെ ഒരു 24,336. അപ്പോൾ ഒരു 300-350 പറയാം, ഒരു 700 പോയിന്റ് മുകളിൽ നാളെ നിഫ്റ്റി ഈ ഏരിയയിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരും. ഇത് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി നാളെ കയറുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സെക്കൻഡ് 24,484 ഇവിടെ ഈ 2 ടാർഗറ്റ് ഇതും കഴിഞ്ഞ് കയറുകയാണെങ്കിൽ മാത്രമല്ല നിഫ്റ്റി ഇതിൻ്റെ മുകളിലുള്ള ഈ വലിയ ടാർഗറ്റ്സ് ഒക്കെ നമുക്ക് ഒരു 600 ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് 600 ഈ ഏരിയയിലൊക്കെ നമുക്ക് നാളെ കാണാൻ കഴിയും. അപ്പോൾ നാളെ 50 മിനിറ്റ്സ് ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മുടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഈ ഒരു മൂവ്മെന്റ് ആയിരിക്കും നാളെ തരാൻ പോകുന്നത് നമുക്ക്. ഓക്കെ, 182 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നിഫ്റ്റിക്ക് 24,336 എന്താ പറയുക 24,484 ഈ ടാർഗറ്റ്സ് ഒക്കെ നമുക്ക് നാളെ മുകളോട്ടുണ്ടാവും നിഫ്റ്റിക്ക്. അപ്പം ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡ് ചെയ്യുക. ജസ്റ്റ് എൻ്റെ ഒരു വേ ഞാൻ പറയാറില്ല എപ്പോഴും. നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സിലാണ് ഈ പറയുന്നത്. ജസ്റ്റ് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് നമ്മുടെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് കയറുകയാണെങ്കിൽ നാളെ നിഫ്റ്റിനെ മുകളിലോട്ട് ട്രേഡ് ചെയ്യുക. ഒരിക്കലും നാളെ ട്രെൻഡ് അഗെയിൻസ്റ്റ് ആയിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. നാളെ ട്രെൻഡിന് ഒപ്പം തന്നെ ട്രേഡ് ചെയ്യുക നിഫ്റ്റി 50 മിനിറ്റ്സിൽ ജസ്റ്റ് ഒരു ഫ്ലാഗ് പാറ്റേണും കൂടിയാണ് നിഫ്റ്റി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ ജസ്റ്റ് ഈ ഒരു സെറ്റപ്പും കൂടെ നാളെ വരച്ച് വെക്കുക. ഓക്കെ, അപ്പം നാളെ നിഫ്റ്റി നാളെ ഒരു ജസ്റ്റ് താഴോട്ടാണ് വരുന്നെങ്കിൽ പോലും ജസ്റ്റ് ഈ ഒരു ഏരിയ പുള്ളെടുത്ത് പിന്നെ നിഫ്റ്റി മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ടും. അതായത് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ പാരലോ ഓപ്പൺ ആകുകയാണെങ്കിൽ നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മൂവ്മെന്റ് നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നാളത്തെ ടാർഗറ്റ്സ് 24,336, 24,484, 24,678. അപ്പം ഈ 3 ടാർഗറ്റ് നാളെ നിഫ്റ്റിക്ക് മുകളിലോട്ട് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾ ടൈം ഹൈയിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു 1:2 എന്താ പറയുക 1:2 ഈ ഒരു റേഞ്ചിലെ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി നിഫ്റ്റി ബാങ്ക് ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മേജർ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ആയിരുന്നു ആ ഏരിയ. ആ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഇന്ന് മുകളിലോട്ട് പോയിട്ട് ഇപ്പം ടെമ്പററി, അതായത് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്താ പറയുക
ഒരു ചാറ്റ് പാറ്റേണിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ് രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പം നാളെ ഈ ഒരു ഏരിയ നാളെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു 1:1 1:2 ആ റേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഒരുപാട് പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ നിൽക്കരുത്. 1000 പോയിന്റ് 500 പോയിന്റ്സ് ഒന്നും ക്യാച്ച് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഈ നിമിഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി കണ്ടിന്യൂസ് ആയിട്ട് റാലി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ളത് കൊണ്ട് തന്നെ ഒരു ഡിപ്പ് തന്നിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇങ്ങനെയുള്ള ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രീമിയത്തിൻ്റെ റേറ്റും വളരെ ഹൈ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിഫ്റ്റി ബാങ്ക് നമ്മൾ പറഞ്ഞ പോലെ നാളെ ട്രേഡ് ചെയ്യുക. ഒരു പ്രോഫിറ്റ് ഡേ ആകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്. താങ്ക് യു.